ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു മനുഷ്യനെ ദുനിയാവിലും ആഖിറത്തിലും ഉന്നതനാക്കാൻ ശ്രമിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ശക്തമായ നിർദ്ദേശങ്ങളുമായി ഖുർആൻ ഇടപെടുന്ന ചില ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പരിശോധിക്കുക, പഠിക്കുക. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ. റബ്ബ് നമ്മുടെ അറിവ് നാഫിയാക്കി തരുമാറാവട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാവ് മറ്റുള്ളവന് ഉപദ്രവമാകുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് മുസ്ലിം എന്ന് പറയില്ല എന്നതാണ് നമ്മുടെ മതം നമുക്ക് പഠിപ്പിച്ചത്. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം അല്ല. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണമല്ലോ. മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് നമ്മുടെ നാവിന്റെ മൂർച്ച കൊണ്ടാവരുത് എന്നത് നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലിയ വലിയ ഉന്നതരായ ആളുകളെ പാഠം പഠിപ്പിച്ച ഖുർആന്റെ ഒരു ആയത്താണ്, അല്ലെങ്കിൽ ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. ഉന്നതരായ സ്വഹാബി പ്രമുഖരെ പോലും ചിന്തിപ്പിച്ച, അവരെ സംസ്കരിച്ച, അവരുടെ ദുശീലങ്ങളെ തേച്ചു മാച്ച് കളഞ്ഞ ഖുർആനിന്റെ ഇടപെടലാണ് സൂറത്തുൽ ഹുജറാത്തിന്റെ ഏതാനും ചില ആയത്തുകൾ, 3 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. മുഅ്മിനീങ്ങളെല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഉദരബന്ധമുള്ളവരാണ് എന്ന് ഖുർആൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഛിദ്രതയും ശിഥിലതയും അവർക്കിടയിൽ കുത്തിത്തിരിപ്പും ഉണ്ടാവല്ലേ. അത് ഉണ്ടാവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മസ്ലഹത്ത് നടത്തണമെന്ന് ഖുർആൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടുമെന്നും ഖുർആൻ. അപ്പൊ ഒരു ഐക്യബോധം ഇവിടെ വിഭാവനം ചെയ്തു. ഐക്യത്തിന് വിള്ളലുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇനി നമ്മുടെ നാവിലൂടെ വരാം. നമുക്ക് നമ്മുടെ കൂടപ്പിറപ്പായ നമ്മുടെ സഹോദരനോട് എതിർപ്പ് വരാൻ, ആ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രീതികൾ, അങ്ങനെ അവനെ ശത്രുവായി കാണാം. നമ്മുടെ ഇടയിൽ ഭിന്നത വരാം. അത് പാടില്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് ഇനി അത് വരാൻ സാധ്യതയുള്ള മേഖലകളെ മുഴുവനും ഖുർആൻ പ്രഹരിക്കുകയാണ്. സ്വഹാബികളെ പലരെയും ഈ ആയത്ത് വ്യക്തിപരമായി ഇടപെട്ട് അവരെ നേരെയാക്കിയിട്ടുണ്ട്. കാരണം അതുവരെ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കലായിരുന്നു അതിലൂടെ ലക്ഷ്യമിട്ടത്. അവരന്ന് പഠിച്ചത് പ്രാവർത്തികമാക്കി. നമുക്കത് പ്രാവർത്തികമാക്കാനും പഠിക്കാനും നമ്മുടെ മുന്നിൽ ഇന്നും ഖുർആനുണ്ട്. കാലികമായി ഓരോ മനുഷ്യനോടും സംസ്കരണത്തിന്റെ മാർഗത്തിൽ ഇടപെടുന്ന ഖുർആനിന്റെ ഈ അതുല്യമായ ആ മുഅ്ജിസത്ത് സ്വഭാവമാണ് ഖുർആൻ വായിക്കുക നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ആയത്ത് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. يا أيها الناس إن
إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. സൂറത്തുൽ ഹുജറാത്തിന്റെ 10, 11, 12, 13 ആയത്തുകളാണ് നമ്മൾ പറയുന്നത്. ഈ ആയത്തുകൾ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെളിച്ചമാക്കി തരട്ടെ. വലിയൊരു നിർദ്ദേശമാണ് ഖുർആൻ ഇതിലൂടെ വെക്കുന്നത്. സത്യവിശ്വാസികളെ സ്നേഹത്തോടുകൂടെ അല്ലാഹു വിളിക്കാണ്. എത്ര വാത്സല്യത്തോടുകൂടെ അല്ലാഹു വിളിക്കുന്നു. ആയത്ത് തുടങ്ങുന്നത് സ്നേഹത്തോടെയും ആയത്ത് അവസാനിക്കുന്നത് ഒരു പ്രകോപനത്തിന്റെ ഭാഷയോടുകൂടെയുമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സ്നേഹത്തിന്റെ ചാരത്ത് നിർത്തിയിട്ട് അണച്ചു പിടിച്ചിട്ടുള്ള ഒരു വിളിയാണിത്. സത്യവിശ്വാസികളെ, മോമിനീങ്ങളെ. ആയത്ത് അവസാനിക്കുന്നത് ഹുമുദ്ദാലിമൂൻ, അക്രമികൾ എന്ന് പ്രയോഗിച്ചിട്ടാണ്. അപ്പൊ അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരെ പ്രഹരിക്കാണ്. ഈ ആയത്ത് പലരുടെയും വ്യക്തി ജീവിതത്തിൽ വല്ലാത്ത കണ്ണുനീരിന്റെ കഥ പറഞ്ഞതാണ്. സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു ജനതയും മറ്റൊരു ജനതയെ കളിയാക്കല്ലേ എന്ന് ഖുർആൻ. ആരും ആരെയും കളിയാക്കല്ലേ. ഈ പരിഹാസ്യത്തിന് ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിലെ ഭയപ്പെടുത്തി നിർത്തിയ ഒരു തത്വമുണ്ട് പരിഹാസത്തിന്റെ വിഷയത്തിൽ. ഇപ്പൊ ഉദാഹരണം, ഒരാൾ സംസാരിക്കുമ്പോൾ വിക്കലുണ്ടെങ്കിൽ, വിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, വിക്കി സംസാരിക്കാം, അത് അനുകരിക്കാൻ എളുപ്പമുണ്ട്. മറ്റൊരാൾക്ക് വിക്കലില്ലാത്ത ഒരു നോർമലി മനുഷ്യന് വിക്കലുള്ള ഒരാളെ അനുകരിക്കാൻ എളുപ്പമുണ്ട്. അവനെ പരിഹസിച്ചോണ്ട് നമ്മളിതുപോലെ വിക്കി പറഞ്ഞു കഴിഞ്ഞാൽ, വിക്കലോടുകൂടെ പറഞ്ഞ, എന്റെയൊക്കെ ഉമ്മ ഉപദേശിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, നമുക്കത് സംഭവിക്കുമെന്ന്. അവര് നാടൻ വർത്താനം പറഞ്ഞതാ, അതിലൊരു നന്മയുണ്ട് ആ വർത്താനത്തിൽ. ആരും പരിഹസിക്കില്ല എന്ന ഒരു മെസ്സേജ് അതിലുണ്ട്. ഒരു അംഗവൈകല്യത്തെ അനുകരിച്ചാൽ അത് നമുക്കുണ്ടാവാന്ന്. ശരിയാടോ ആ പറഞ്ഞത്? അത് നാട്ടിൻ പുറത്തുകാരായ സാധാരണക്കാരായ മോമിനീങ്ങൾ അള്ളാഹുവിനോടുള്ള ഭയപ്പാട് കൊണ്ട് അവരുടെ സങ്കല്പമായി കൊണ്ടു നടന്ന ആ തത്വം അത് അടിസ്ഥാനമുള്ളതാണെന്ന് ഖുർആൻ. എവിടെ? പിന്നീട് കളിയാക്കപ്പെട്ടവൻ കളിയാക്കിയവനേക്കാളും നന്നായി വന്നേക്കാമെന്ന് ഖുർആൻ. കളിയാക്കിയവൻ ആരെയാണോ കളിയാക്കിയത് അവരെക്കാളും പിൽക്കാലത്ത് മോശമായേക്കാം എന്ന് ഖുർആൻ. അവനേക്കാളും വലിയ വിക്കനാവും നീ, അവനേക്കാളും വലിയ ഞൊണ്ടുകാലനാവും നീ. കറുത്തവനെ എന്ന് വിളിച്ചട കറുമ്പാന്ന് വിളിച്ചു, ഇടി കറുമ്പി എന്ന് വിളിച്ചു അല്ലെ. കറുത്തു പോയ അങ്ങനെ കളിയാക്കണില്ല. അവിടെ തടിയാന്ന് വിളിച്ചു അല്ലെ, പൊണ്ണത്തടി. അതൊരു സ്തുതിച്ചു പറയലല്ലോ എന്തായാലും. എന്നാ അതിലും വലിയ പൊണ്ണത്തടി നിനക്ക് വരാനുണ്ട്, അതിലും വലിയ കറുപ്പ്. ഇനി എന്ത് കറുക്കാനാ? എടോ, ഒരിത്തിരി ചൂട് വെള്ളം നിന്റെ ശരീരത്തിൽ ചാടിയാൽ പോകുന്ന സൗന്ദര്യമല്ലേ നിനക്കുള്ളൂ അല്ലേ പെങ്ങളെ? അങ്ങനല്ലേ? മുഖത്ത് കല വന്നു പോയാൽ, വൃത്തികേടായാൽ, ചുണ്ടുകൾ ചുവന്നതാണെങ്കിൽ അതൊന്ന് കറുപ്പ് വന്നാൽ എന്തിനു കൊള്ളാം? അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആ ചോപ്പാണെങ്കിൽ ആ ചോപ്പിനൊരു ഭംഗിയുണ്ട്. നീ നിന്റെ ആക്ഷേപവാക്കുകൾ പറഞ്ഞ് അത് നഷ്ടപ്പെടുത്തില്ല. നിന്റെ മക്കളിൽ അതൊരു പക്ഷെ നിനക്ക് സങ്കടമായി വന്നേക്കാം, തലമുറയ്ക്കായിരിക്കും അടുത്ത് വരുന്നത്. അങ്ങനെയുണ്ട്. എന്റെ ഉസ്താദ് ദർസിൽ പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. അവരൊക്കെ പഠിക്കുന്ന അന്നത്തെ കാലത്ത്, ഞാൻ ജനിച്ചിട്ടൊന്നുമില്ലെന്ന്, അവരുടെ കൂട്ടത്തില് സംസാരത്തിൽ വിക്കലുള്ള ഒരാളുണ്ടായിരുന്നത്രേ. അയാളെ കളിയാക്കി എല്ലാ ദിവസവും ആ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു വിക്കലില്ലാത്ത ഒരു സാധാരണ ഒരു വിദ്യാർത്ഥി പരിഹസിക്കും. അവൻ പറയുന്ന പോലെ അനുകരിച്ച് വിക്കി സംസാരിച്ച് പരിഹസിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവൻ നാട്ടിപ്പോയി. യഥാർത്ഥത്തിൽ ശാരീരികമായി വിക്കൽ എന്ന് പറയുന്ന വൈകല്യമുള്ള സഹോദരൻ നാട്ടിപ്പോയപ്പോഴും ഈ പരിഹസിച്ച് പറഞ്ഞവൻ വർത്താനം പറയുമ്പോ ആ വിക്കല് തന്നെയാ. അപ്പൊ ചോദിച്ചു, അവൻ നാട്ടിപ്പോയുടെ ഇനിയെങ്കിലും നിനക്ക് ആ പരിഹാസം നിർത്തിക്കൂടെ എന്ന് വെച്ചു. പറയാണ്, എടോ എനിക്ക് കഴിയുന്നില്ല, എനിക്കിപ്പോ ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്ന്. ഇതൊരു അനുഭവം എന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞതാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ആമീൻ.
അപ്പൊ ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ കാണാം. ഖുർആൻ പറയുന്നു ആരെയാണോ നമ്മൾ കളിയാക്കുന്നത് അവരെക്കാളും നമ്മൾ മോശമായേക്കാം. വലാ നിസാഉം മിൻ നിസാ, പെണ്ണുങ്ങളും പെണ്ണുങ്ങളെ കളിയാക്കല്ലേ. ഇതെല്ലാരിലും ഉണ്ട്, അതുകൊണ്ട് പെണ്ണുങ്ങളെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. കളിയാക്ക എന്നത് ഒരു രസാണല്ലോ, മറ്റുള്ളവരെ സഭയിലിട്ട് കളിയാക്ക, അതൊരു തമാശയാണത്രേ. അത് തമാശ, പരിഹസിക്കാൻ പാടില്ലെന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയട്ടെ, രാഷ്ട്രീയ വഴക്കുകൾ നമ്മൾ വേദിയിൽ തീർക്കാറുണ്ട്, ഫേസ്ബുക്കിൽ കളിയാക്കാറുണ്ട്, വാട്സാപ്പൊക്കെ അതിന് തന്നെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ട്രോളന്മാരെന്ന് പറയും. ട്രോള് ചെയ്യാ, അത് നന്മയൊന്നും അല്ല കേട്ടോ. ട്രോളന്മാരെന്ന് പറഞ്ഞാൽ നല്ല പണി ചെയ്യുന്നവരല്ല, പരിഹസിക്കുന്നതല്ലേ. ഖുർആൻ നിരുത്സാഹപ്പെടുത്തിയതല്ലേ ട്രോള് ചെയ്യാ എന്നത് പാപമാണെന്ന് ഖുർആൻ. അത് ആണിനെ ചെയ്യല്ലേ, പെണ്ണിനെ ചെയ്യല്ലേ, സംഘം സംഘത്തോട് ചെയ്യല്ലേ, മതത്തോട് ചെയ്യല്ലേ, സംഘടനയോട് ചെയ്യല്ലേ എന്ന് ഖുർആൻ. ഒരു സംഘം മറ്റൊരു സംഘത്തെ ചെയ്യല്ലേ. അങ്ങനെയാണ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തിലേക്ക് ചില സംഭവങ്ങൾ നമുക്ക് നോക്കാം. ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി തന്റെ സാദുൽ മസീറിൽ ചില ഉദ്ധരണികൾ കൊടുക്കുന്നത് കാണാം. സ്വഹാബികളിൽ വലിയ മഹാനാണല്ലോ സയ്യിദുനാ സാബിത്ത് ഇബ്നു ഖൈസ് അൻ-നഖാസാ റളിയല്ലാഹു അൻഹു. സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, തഈഷു ബിഖൈരിൻ വതമൂതു ബിഖൈർ, ഖൈറിലായി ജീവിച്ച് ഖൈറിലായി മരിക്കുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ് എന്റെ സാബിത്ത് എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞു നിർത്തിയ വലിയ മഹാനായ സ്വഹാബിയാണ് സാബിത്ത് ഇബ്നു ഖൈസ്. സ്വഹാബികൾ പറയാറുണ്ട്, സാബിത്ത് ഇബ്നു ഖൈസ് ഞങ്ങളുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ആ മഹാനെ കാണുമ്പോൾ ഞങ്ങൾ സ്വർഗം കിട്ടിയ ജീവിച്ചിരിക്കുന്ന ഒരു മഹാൻ എന്ന നിലയിൽ ആദരവ് കൊണ്ട് ഞങ്ങൾ വഴിയൊരുക്കി കൊടുക്കുമായിരുന്നു. അത്രയും വലിയ സാബിത്ത് ഇബ്നു ഖൈസ് എന്ന സ്വഹാബിക്ക് പോലും പ്രഹരം കിട്ടിയ ആയത്താണിത്. സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ നബിയോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് വന്നു. മഹാനവറുകൾക്ക് സ്വാഭാവികമായും ശബ്ദം കൂടുതലാണ്. എന്താ കാരണം? ചെവി ഒരല്പം പതുക്കെയാണ്, അതുകൊണ്ട്. അങ്ങനെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാര്. എന്തിനാ വല്ലവരും പറയണേ? നമ്മൾ തന്നെ കുളിക്കുമ്പോൾ ഒരിത്തിരി വെള്ളം ചെവിയിൽ പോയാ 2 ദിവസത്തേക്ക് അത് ചെവിയിലുണ്ടെങ്കിൽ പിന്നെ നമ്മള് ഭാര്യനെ വിളിക്കുന്ന ഈ എഡിയേ എന്നുള്ളതിനൊക്കെ ഇടിനാദത്തിന്റെ ശബ്ദമായിരിക്കും. എഡിയേ അല്ലേ? നമ്മുടെ ചെവി തന്നെ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ സംസാരിക്കുന്നത്. വേണ്ട, എന്തിനപ്പ അങ്ങനെ ചെവിയിൽ വെള്ളമൊന്നും പോണ്ട. ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേൾക്കില്ല നമ്മള്. അപ്പൊ ഒന്ന് വിളിക്കാണ്, ഭാര്യ ഭർത്താവിനെ വിളിക്ക, ഇക്ക എന്താന്നേ, അല്ല ആ വിളി കേൾക്കല് തന്നെ. എന്താ വായിന്ന് പോയത്, അതിന്റെ കന എത്ര, അതിന്റെ വലിപ്പം എത്രയാന്ന് ഈ ചെവിയിൽ കുണാണ്ടർ വെച്ചിരിക്കുന്ന ആൾ അറിയണില്ല. ചെവി പതുക്കെ ആയതുകൊണ്ട് ശബ്ദം കൂടുതലാണ്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നേരത്തെ വരുന്ന സ്വഹാബിയാണ്. പക്ഷെ അന്ന് വന്നപ്പോൾ ഒരല്പം വൈകിപ്പോയി. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഇരുന്നിടത്ത്, സാധാരണ ഇരിക്കുന്നിടത്ത് മറ്റൊരു സ്വഹാബി കയറിയിരിക്കുന്നു. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇഫ്സഹ്, സഹോദരാ ഒന്ന് മാറിയിരിക്ക്. ആ സഹോദരനോട് പറഞ്ഞു, ഒരല്പം നീങ്ങിയിരിക്ക്. ആ മറ്റേ സ്വഹാബി പറഞ്ഞു, അസ്വബത്ത മജ്ലിസ, അല്ല സാബിത്തെ, നിനക്കൊരു സ്ഥലം കിട്ടിയിട്ടല്ലേ, നീ അവിടെ തന്നെ ഇരുന്നാ പോരെ നിനക്ക്, നീ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്? അവിടെ ഇരിക്കും സാബിത്ത്, അവിടെ ഇരിക്കുമോനെ, നീ എന്തിനാ ഇങ്ങോട്ട് കയറുന്നത്? മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു കോപത്തോട് കൂടെ ഇരുന്ന് ദേഷ്യം വന്നു. ദേഷ്യം കടിച്ചു പിടിച്ചിട്ട് അവിടെ ഇരുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് കയറി ഇരുന്നിട്ട്, അല്ല ഞാൻ വൈകിയ വന്നതാണ് ചിന്തിച്ച പോരെ. സഹാബികളും മനുഷ്യരല്ലേ. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ, അന്ന് നീ അവിടെ ഇരുന്നോ, കുഴപ്പമില്ല, നീ ഇവിടെ നിന്റെ ചെവി ഒന്ന് കാണിച്ച്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മന്നന്ത, ആരടാ നീ ആരാ ശരിക്കും? അദ്ദേഹം പറഞ്ഞു, എന്നെ മനസ്സിലായില്ലേ, ഇരിക്കാൻ സ്ഥലം കൊടുക്കാത്ത വൈരാഗ്യം ഉള്ളിലുണ്ട്. സാബിത്ത് ഇബ്നു ഖൈസ് സഹാബിയെ വിളിച്ചു, മോനെ
അല്ല നീ ആരാ? എന്നെ മനസ്സിലായില്ലേ സാബിത്തെ? അന ഫുലാൻ, ഞാൻ ഇന്ന ആളാണ്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല നീ നിന്റെ ഇന്ന. സാബിത്ത് ബിൻ ഖൈസ് സഹാബിയോട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, എന്നെ നിനക്ക് മനസ്സിലായില്ല? ഓ മനസ്സിലായി, പക്ഷെ നീ ആളല്ല. ആ സ്വഹാബിയുടെ ഉമ്മയെ പരിഹസിച്ചു പറയുന്ന ഒരു ഇരട്ട പേരുണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ. ആ സ്വഹാബിയെ ഏറെ വേദനിപ്പിക്കുന്ന പേരാണത്. ഉമ്മാനെ കളിയാക്കി വിളിക്കുന്ന ഒരു പേര് ജാഹിലിയത്തിലുണ്ട്. ആ പേര് ചേർത്ത് ആ പാവപ്പെട്ട ഉമ്മയെ കളിയാക്കിയിട്ട് ആ പെണ്ണിന്റെ മോനല്ലടാ നീ എന്ന് സയ്യിദുനാ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു فذكر أمّا له كان يعير بها في الجاهلية. ആ ഉമ്മാന ജാഹിലിയ കാലഘട്ടത്തിലെ കാട്ടറബികൾ പരിഹസിച്ച് വിളിച്ച ഇരട്ട പേര് ഉച്ചരിച്ച ഉമ്മാനെ ഉദ്ധരിച്ചിട്ട് ആ ഉമ്മാടെ മോനല്ലേ നീ എന്ന് പറഞ്ഞ് ഇരിപ്പിടത്തിൽ തനിക്ക് സൗകര്യം ചെയ്തു കൊടുക്കാത്ത സ്വഹാബി അനുചരനെ വേദനിപ്പിച്ചു. സാബിത്ത് ബിൻ ഖൈസ് എന്ന ഖോജാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ സദസ്സിൽ നടന്ന ഈ വേദനാജനകമായ സംഭവം, ആ സ്വഹാബിയെ ഏറെ വേദനിപ്പിച്ച സംഭവം, സങ്കടം കൊണ്ട് തല താഴ്ത്തി പിടിച്ചു. ഞാൻ ചോദിക്കുന്നില്ല സാബിത്തിനോട്. ആ സ്വഹാബിക്ക് ഉത്തരം മുട്ടിപ്പോയി എന്ന ഒന്നും തിരിച്ചു പറയാനില്ല. എന്റെ ഉമ്മാൻ അങ്ങനെ കളിയാക്കല്ലേ, എന്റെ ഉമ്മാനെ ചേർത്തെന്നെ കളിയാക്കി പറഞ്ഞല്ലോ. ഉത്തരം മുട്ടി മഹാനവറുകൾ തല കുനിച്ചു പിടിച്ചിരിക്കുമ്പോഴാണ് ആകാശത്തിന്റെ നായകൻ മഹാനായ സയ്യിദുനാ ജിബ്രീൽ 600 ചിറക് കൊണ്ട് ആകാശത്തിലൂടെ പറന്നുയർന്നു വരുന്ന നായകൻ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തുൽ ഹുജറാത്തിന്റെ ആയത്തുകളുമായി പറന്നിറങ്ങുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് വരാണ്. ആയത്തുകൾ ഓതി കൊടുക്കാം. ലാ യസ്ഖറു ഖൗമും മിൻ ഖൗം. എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ, മുസ്ഹഫ് എടുക്കാം. സൂറത്തുൽ ഹുജറാത്തിന്റെ 10, 11, 12, 13 ആയത്തുകളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം, ഓതി നോക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും തുടർച്ചയായ ഒരു ചർച്ച നാവിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. ഒരേ ഒരു പ്രത്യയശാസ്ത്രം അത് ഇസ്ലാം മാത്രമാണ്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ വഹി വരാം. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം. ഒരാളും മറ്റൊരാളെ കളിയാക്കല്ലേ. ഈ ആയത്തിൽ തുടങ്ങുന്നത് സ്നേഹത്തോടെ വിളിച്ചിട്ടാ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം. ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്നേഹത്തോടെ കൂടെ വിളിക്കണം. ഒരാളും മറ്റൊരാളെ കളിയാക്കല്ലേ, ഒരു ജനതയും മറ്റൊരു ജനതയെ ആക്ഷേപിക്കല്ലേ. ഇങ്ങനെയാ ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു അഭിപ്രായം, ഈ ആയത്തിറങ്ങാനുള്ള കാരണം മറ്റൊരു സംഭവം കൂടി ഉദ്ധരിക്കുന്നുണ്ട് ഇതിന്റെ ചേർന്ന്. തമീം ഗോത്രത്തിലെ ഒരു നിവേദക സംഘം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. അപ്പോണ്ട് അവിടുത്തെ സഹാബികളിലെ ഫഖീറന്മാരായ സഹാബികൾ ഇട്ടിരിക്കുന്ന വസ്ത്രം പണ്ടത്തെ ഏതോ ഉപ്പുപ്പന്മാരിട്ടിരുന്ന ആ സ്റ്റൈലുള്ള മുഷിഞ്ഞ വസ്ത്രം പഴയതുമാണ്, മുഷിഞ്ഞതുമാണ്. അതുപോലെ ട്രെൻഡി ആയിട്ടുള്ള വസ്ത്രമല്ല, എന്തോ പഴഞ്ചൻ മോഡൽ വസ്ത്രം അതിട്ടിരിക്കുക. അപ്പോ ഈ തമീം ഗോത്രത്തിൽ നിന്ന് വന്ന ആ മിടുക്കന്മാരായ സന്ദർശകർക്ക് ഒരു പരിഹാസ്യം തോന്നി. അവരിങ്ങനെ വായ കൂട്ടി പിടിച്ചിട്ട് ഒരു ചിരി ഉണ്ടല്ലോ, ഒരു ആക്കിയിട്ടൊരു ചിരി അല്ലേ, ആക്കിയിട്ടൊരു ചിരി. ഭർത്താവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പതുക്കൊന്ന് വീഴാണ്, ഈ ഭാര്യ അവിടെ നിന്ന് കാണണേ, ആദ്യം ഒന്ന് ചിരിക്കും, പിന്നെ നിലവിളിക്കുള്ളൂ, പിന്നെ കരച്ചിട്ടുള്ളൂ, ആദ്യം ഒന്ന് ചിരിക്കൂലോ. അത് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്. ഒരു പരിഹാസത്തിന്റെ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരി ഈ നിവേദക സംഘത്തിന്റെ മുഖത്ത് വന്നു. പതുക്കെ പിറുപിറുത്തു. ഈ പാവപ്പെട്ട സ്വഹാബികളെ കുറിച്ച് മോശമായ രീതിയിൽ ഒരല്പം അവർ സംസാരിച്ചു. അപ്പോഴാണ് അവരുടെ രഹസ്യ സംഭാഷണത്തെ പൊളിച്ചടക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ പ്രഹരമിറങ്ങുന്നത്. അങ്ങനെയാണ് ഈ ആയത്തിറങ്ങിയെന്നും ഒരു സംഭവമുണ്ട്.
ഏതായാലും ഒരു ജനതയും മറ്റൊരു ജനതയെ കളിയാക്കല്ലേ, ഒരാണുങ്ങളും മറ്റൊരാണുങ്ങളെ കളിയാക്കല്ലേ. വലാ നിസാഉം മിൻ നിസാ, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ കളിയാക്കല്ലേ എന്ന് ഖുർആൻ. ഇത് പെണ്ണുങ്ങളുടെ ഇടയിലുമുണ്ട്, ഇത് പെണ്ണുങ്ങളുടെ ഇടയിലുണ്ട്. അള്ളാഹുവിനറിയാം ഇത് എവിടേക്കാ. ഒരു കല്യാണ വീട്ടിലെ പുറകുവശത്ത് ഉള്ളി നന്നാക്കുന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെയാണ് ഇപ്പൊ കല്യാണ വീട്ടിൽ ഉള്ളി നന്നാക്കാനൊക്കെ എല്ലാവരും കൂടെ അല്ലേ, അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ എന്താ തൊഴിലുറപ്പിന് പോവാ, ഒരു വിശ്രമം ഉണ്ടല്ലോ അവരിൽ, എപ്പോഴും വിശ്രമമാണ്, എന്നാലും ഇടയ്ക്കൊരു വിശ്രമം ഉണ്ടല്ലോ. അന്നേരം ഇങ്ങനെ സ്വറ പറയാൻ വേണ്ടിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്ന സന്ദർഭം ഉണ്ടല്ലോ. അപ്പൊ ആരെല്ലാം കളിയാക്കും. ഞാനിതൊക്കെ ഇങ്ങനെ വെറുതെ കരുതി കൂട്ടി പറയണമെന്നല്ല, അങ്ങനെ ചുമ്മാ പറയാണ്. അതൊരു ഉദാഹരണമായിട്ട് അങ്ങനെയൊക്കെ സങ്കല്പിച്ച് നോക്ക്. പെണ്ണിനെ കളിയാക്കാതിരിക്കില്ല. പെണ്ണുങ്ങൾ തമ്മിൽ പരസ്പരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഒരു രീതി ഗീബത്ത് നമീമത്ത് പറയലായിരിക്കും. അങ്ങനെ ഞാനല്ല പറയുന്നത്, അങ്ങനെ പറയുന്നു. ആണുങ്ങളാണ് പരസ്പരം കൂടുന്നെങ്കിൽ പൊങ്ങച്ച പറയാൻ. അപ്പോഴും നമ്മുടെ നാവുകളെ, ആണിന്റെയും പെണ്ണിന്റെയും നാവിനെ 2 റൂട്ടിലാണ് ഇബ്ലീസ് വർക്ക് ചെയ്യിക്കുക. ആണുങ്ങളെ കൊണ്ട് കിബിറ് പറയിപ്പിക്കും, പെണ്ണുങ്ങളെ കൊണ്ട് ഗീബത്തും പറയിപ്പിക്കും. ഇതാണ് പൊതുവെ ഉണ്ടാവുക. ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. എന്തായാലും നാവ് വെറുതെ ഇരിക്കലില്ല. കൂടിയിരുന്നു കഴിഞ്ഞാൽ നാവ് ഇങ്ങനെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കും. നാവിനൊരു വിശ്രമമല്ല. കൈ കുറച്ച് കഴിയുമ്പോൾ കൈക്ക് വേദന എടുക്കും, നാവിന് വേദന ഉണ്ടോ? നിങ്ങൾ കൈ കൊണ്ടൊന്ന് വെറുതെ കുറച്ചേരം മാന്തി നോക്കിയേ. നമ്മുടെ വളരെ അത്യാവശ്യമുള്ളൊരു ആവശ്യം ചൊറിഞ്ഞു കൊടുക്കാം, മാന്തി കൊടുക്കാം. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യണം, വേറെ ആരും വരില്ല മാന്ത. അത് കൈ തന്നെ പറ്റുള്ളൂ, മൂക്കുകൊണ്ട് മാന്തി നടക്കൂല. എന്നാലും ഈ മാന്തി കൊണ്ടിരിക്കണ കൈക്ക് തന്നെ പറ്റാതെയാവും. എന്നാ ഇതുപോലെയാണോ, ചൊറിയുന്ന പോലെയാണോ നാവ് വെച്ചിട്ടുള്ള വർത്താനം? നാവ് ഇങ്ങനെ വളവളാന്ന് ദൂരം പറഞ്ഞാൽ നാവ് വേദനയാണെന്നും പറഞ്ഞ് ആരെങ്കിലും മരുന്ന് മേടിക്കാൻ പോയതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? എനിക്കറിവില്ല കേട്ടോ. നാവിന്റെ നടുവിലിരുന്നിട്ടൊരു വേദന അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇത് അവിടെ ഇവിടെ ആലോചിക്കേണ്ടത് നമ്മുടെ കാര്യം പറഞ്ഞത്, എന്റെയും നിങ്ങളുടെയും കാര്യം പറഞ്ഞത്. നമ്മുടെ നാവിന്റെ നടുവിലിരുന്നിട്ട് ഒരു മിന്നല്, ഒരു വേദന. ഇന്നലെ മുതൽ നാവിന്റെ നടുവിലിരുന്ന വേദന എന്താണെന്നറിയില്ല. ഒരുപാട് നടന്നിട്ടാണ് കാലുവേദന എന്ന് പറയും, ഒരുപാട് പണിയെടുത്തിട്ടാണ് നടുവേദന എന്ന് പറയും, ഒരുപാട് നേരം നിന്നിട്ടാണ് തണ്ടല് വേദന എന്ന് പറയും. നാവ് എന്താ, നാവിന് വേദനയല്ല, ഒരു പ്രശ്നമില്ല. മൂപ്പരിങ്ങനെ ആ ചോപ്പൊട്ടും കളയാതെ ആ ജനിച്ച അന്ന് മുതലുള്ള അതേ പ്രസരിപ്പില്. കൈയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈയിന്റെ ഭംഗിയൊക്കെ അങ്ങോട്ട് പോകും. വയസ്സായ ആളുടെ കൈയും വയസ്സായ കുഞ്ഞുകുട്ടികളുടെ കൈയും തമ്മിൽ മൃദുലതയിൽ വ്യത്യാസമുണ്ട്, നാവിലും വല്ല മാറ്റമുണ്ടോ? നാവ് അങ്ങനെ ഒട്ടും പ്രായമല്ല, ആരോഗ്യത്തിനും കുറവില്ല. പഴയ കാലത്തെ മനുഷ്യന്മാര് ഇപ്പൊ നമ്മള് കണ്ടേണ്ടി ഇരുന്നോടത്തുനിന്ന് എണീക്കാൻ കുറച്ച് പാടാ, കൈ വെച്ച് എന്തെങ്കിലും എടുക്കാൻ നടന്നു പോകാൻ സ്പീഡ് കുറയും. എന്നാ നാവിന് ഒരു എന്താ പറയാ, ഒരു ബലക്ഷയം കാണപ്പെടുന്നില്ല. അള്ളാഹു തരാതിരിക്കട്ടെ, അതൊക്കെ സംഭവിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ നാവ് എപ്പോഴും അടിപൊളിയായിരിക്കും. ഒരു പെണ്ണും പെണ്ണിനെ കളിയാക്കല്ലേ, ഇത് പറഞ്ഞത് പ്രവാചക കുടുംബത്തിലാ സംഭവിച്ചത്. ഈ ആയത്തിറങ്ങാൻ കാര്യമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട 2 ഭാര്യമാര്, മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ എന്ന നബി തങ്ങളുടെ മറ്റൊരു 3ാമത്തെ ഭാര്യയെ കളിയാക്കി. 2 ഭാര്യമാര് കൂടിയിട്ട് വേറെ ഒരു ഭാര്യയെ കളിയാക്കി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ കളിയാക്കി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രായമുള്ള സ്ത്രീയാണ്, ഹബീബിനേക്കാളും പ്രായമുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അവരുടെ മേൽവസ്ത്രത്തെ അര ഉടുപ്പിനോട് അവർ ബന്ധിപ്പിച്ചു, ഇങ്ങനെ കെട്ടിയിട്ടു. മേൽവസ്ത്രത്തെ അര ഉടുപ്പിനോട് ഇങ്ങനെ ബന്ധിപ്പിച്ചു കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു തുമ്പ് കെട്ടിയപ്പോൾ മറ്റേ തുമ്പ് പുറകോട്ട് പോയത് വലാ തഅലമു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കണ്ടില്ല. അപ്പൊ പുറകിലൊരു വാല് പോലെ. അങ്ങനെ നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മുടെ സ്ത്രീകളെ പല രൂപത്തിൽ, ചിലരിങ്ങനെ തിരുവാതിര കളിക്കണ മാതിരി ഷാള്, ചുരിദാറിന്റെ ഷാള് മാച്ചിന്റെ മോളിക്കട അല്ലെങ്കിൽ അങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ അല്ലേ, ചിലർ തല്ലാൻ പോകുന്ന പോലെ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കുത്തലൊക്കെ അറവന മുട്ടാര് മുണ്ടെടുക്കണ മാതിരി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതെന്തെങ്കിലും ഒരു ആവശ്യം നടത്തുന്ന സമയത്താണ് അങ്ങനെ ഓരോന്ന്. വസ്ത്രമൊന്ന് കയറ്റി കുത്താം. അവർക്ക് കാണിക്കാന്നല്ല പറഞ്ഞത്, അവരുടെ സ്വകാര്യ മേഖലയിൽ
ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു സൗകര്യാർത്ഥം മേൽവസ്ത്രത്തെ അരഉടുപ്പിനോട് ഒരു ഭാഗം ഒന്ന് കെട്ടിയപ്പോൾ മറ്റേ ഭാഗം ഒന്ന് തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഹബീബായ പ്രവാചകന്റെ 2 പത്നിമാരുണ്ടല്ലോ, അത് കണ്ട് ചിരിച്ചുപോയി. ഒരാളെ ആക്കി ചിരിക്കാൻ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വഴങ്ങുന്നത് പെണ്ണുങ്ങൾക്കാണ്. ഇങ്ങനെ ഒരു കാണിക്കുന്നുണ്ട് അല്ലേ? അവരങ്ങ് ചിരിച്ചുപോയി. എന്നിട്ട് ഒരാൾ പറഞ്ഞു, കഅന്നഹു ലിസാനു കൽബ്, പട്ടിയുടെ നാവ് തൂങ്ങിക്കിടക്കുന്ന പോലെയാണല്ലോ ഇപ്പൊ അത്. അങ്ങനെ പറഞ്ഞു പോലോ. എന്താണ് മുസലമ ബിവിയെ, നായയുടെ നാവ് പോലെ ഉണ്ടല്ലോ അതിപ്പോ തൂങ്ങിക്കിടക്കാണല്ലോ എന്ന് പറഞ്ഞു. ഇത് അള്ളാഹു പൊരുത്തപ്പെടാത്ത വർത്തമാനമാണ്. ഇത് റബ്ബ് പൊരുത്തപ്പെടാത്ത വർത്തമാനമാണ്. നമ്മൾ പലരെയും പറയാറുണ്ടല്ലോ, എന്താ മോൻ എന്നിന്റെ തലമുടി പെട്ടി ഓട്ടോറിക്ഷയില് വൈക്കോല് കയറ്റി വെച്ച മാതിരി ഇങ്ങനെ അല്ലേ? അതൊരു തമാശക്ക് അവന് സന്തോഷമുണ്ട്, ഈ കുഴപ്പമില്ല പറഞ്ഞത്. ഇല്ലെങ്കിൽ അത് റബ്ബിന് പൊരുത്തമല്ല. അങ്ങനെ പലരെയും കാണിച്ച് പറയാറുണ്ടല്ലോ, ആ മൊയിലാരുടെ വയറിരിക്കണുണ്ട്, അത് നിറച്ച് ഇൽമ അല്ലേ? അങ്ങനെ പറയാ. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ രൂപം. ആ കാക്കയുടെ പൊക്കം കണ്ടോ? ആ പുള്ളിക്കാരൻ പട്ടാളത്തിൽ ചെന്നിട്ട് പൊക്കം കൂടുതലാന്ന് പറഞ്ഞ് പട്ടാളത്തിൽ നിന്ന് പുറത്താക്കിയെന്നാ പറയാ. കണ്ട ഉരുണ്ട് ചക്കക്കൂര് പോണ മാതിരി പോണണ്ട, പൊക്കോലാഞ്ഞിട്ട് ഉരുണ്ടുരുണ്ട് പോണ. അങ്ങനെ പോലും പറയാൻ പാടില്ല. പരിഹാസം അത് രൂപത്തിലും ഭാവത്തിലും വസ്ത്രത്തിലും അവരുടെ ആകാര സൗഷ്ഠവത്തിലും ഒന്നും പറയാൻ പാടില്ല. അള്ളാഹുവിന് ഇഷ്ടമല്ല. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്നും പറയുന്നു മുഫസ്സിരീങ്ങൾ. സാദുൽ മസീർ തന്നെ ഇത് രേഖപ്പെടുത്തുന്നു. അപ്പോഴാണ് പരിശുദ്ധമായ വഹി ഇറങ്ങിയത്. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. കളിയാക്കുന്നവൻ കളിയാക്കപ്പെടുന്നവനേക്കാളും മോശമായേക്കാം നാളെ. കളിയാക്കപ്പെടുന്നവനേക്കാളും കളിയാക്കുന്നവൻ മോശമായേക്കാം ഭാവിയിൽ എന്നാണ് ഈ ആയത്ത് പറഞ്ഞത്. മഹ്ദിയായ സഫിയ റളിയല്ലാഹു അൻഹ ഹബീബായ പ്രവാചകന്റെ പ്രിയ പത്നിയാണല്ലോ. മഹദി അവരുടെ കുടുംബ പരമ്പരയുടെ പിന്നാമ്പുറത്തേക്കും പോയാൽ ജൂത സമുദായത്തിൽ നിന്നും മുസ്ലിമായ കുടുംബമാണ് മഹദി അവരുടെ. അപ്പോഴാണ് ചിലര് മഹദി അവരെ ചില പെണ്ണുങ്ങൾ കളിയാക്കി, നബിയുടെ അടുക്കൽ വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞു. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, പെണ്ണുങ്ങൾ എന്നെ കളിയാക്കി പറയുന്നു നബിയെ, എന്താണ് സഫിയ മോളെ നിനക്ക് പ്രശ്നം? അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, നിന്നെ എന്ത് പറഞ്ഞിട്ടാ അവര് പരിഹസിക്കാം? മഹദി അവർ പറഞ്ഞു, യാ യഹൂദിയത്ത ബിന്ത് യഹൂദൈനി, 2 ജൂതന്മാരുടെ വാപ്പയും ഉമ്മയും ജൂതരാ, അവരുടെ മകളായ ജൂതപ്പെണ്ണേ എന്നെ വിളിച്ചിട്ടുണ്ട് നബിയെ. അങ്ങനെ പോലും എന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോ നിന്നെ? വാ, വിഷമിക്കണ്ട മോളെ, സമാധാനിച്ചോ. റസൂലുള്ളാഹിക്ക് സമാധാനം കൊടുക്കാനല്ലേ കഴിയോ? സമാധാനത്തിന്റെ തണൽ മരമല്ലേ. പെരുത്തു നൂറ്റാണ്ടുകൾക്കിടയ്ക്കലൊരിക്കലീ മരുപ്പറമ്പാമുലകത്തിൽ ഈശ്വരൻ നടുന്നു വൃക്ഷത്തെ തണിക്കുപാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സമാധാനിച്ചോ പൊന്നേ. ഹല്ലാ ഖുൽതി, ഇനി അവര് നിന്നെ അങ്ങനെ പറഞ്ഞ് കളിയാക്കിയാൽ, ജൂത കുടുംബത്തിലെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞാൽ നിനക്ക് പറയാം ജൂതന്മാര് മോശമല്ല. ജൂതന്മാരുടെ പൂർവ്വ പിതാക്കൾ മൂസാ നബിയും ഹാറൂൻ നബിയുമാണല്ലോ. അവരോട് നീ ഇനി പറയേണ്ടത്, അവർ കളിയാക്കിയാൽ ഇനി നീ പറയണം, എന്റെ പിതാവ് ഇന്ന അബീ ഹാറൂൻ, എന്റെ വാപ്പ ഹാറൂൻ നബിയാണെന്ന് പറഞ്ഞോ. ഇന്ന അമ്മി, എന്റെ വാപ്പാടെ സഹോദരൻ മൂസാ നബിയാണെന്ന് പറഞ്ഞോ. ഇന്ന സൗജി, എന്റെ ഭർത്താവ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞു. ജൂത കുടുംബത്തിലെ പെണ്ണെ എന്ന് വിളിക്കുന്നവർക്ക് നീ ഇത് പറയണം എന്ന് പറഞ്ഞ് മറുപടി പോലും പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂറത്തുൽ ഹുജറാത്തിന്റെ ഈ ആയത്തുകൾ ഇറങ്ങിയതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. വലാ നിസാഉം മിൻ നിസാ, പെണ്ണ് പെണ്ണിനെയും കളിയാക്കാൻ പാടില്ല. വലാ നിസാഉം,
വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു പെണ്ണും ഒരു പെണ്ണിനെയും കളിയാക്കാൻ പാടില്ല. അസാ യകുന്ന ഖൈറൻ മിൻഹുന്ന, കളിയാക്കപ്പെടുന്നവരെക്കാളും കളിയാക്കുന്നവൻ മോശമായേക്കാം. അങ്ങനെ പറഞ്ഞത്. ഇനി കേട്ടോ ബാക്കി ആയത്ത് കേട്ടോ. വലാ തൽമിസൂ അൻഫുസകും, നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങൾ കുത്തുവാക്ക് പറയല്ലേ. കുത്തുവാക്ക് പറയുന്നവർക്ക് വൈലെന്ന നരക. വൈലുൽ കുല്ലി ഹുമസത്തിൽ ലുമസ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുത്തുവാക്ക് പറയല്ലേ. വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ ലുമസ പറയല്ലേ, കുത്തുവാക്ക് അല്ലേ. കല്യാണ വീട്ടിൽ കയ്യെഴുകാൻ ചെന്ന് നിൽക്കുമ്പോഴാണ് മറ്റേ ആളെ കാണുക. എന്നിട്ട് അങ്ങനെ ഇപ്പുറത്ത് പറയും അപ്പുറത്ത് കൊള്ളിക്കും അല്ലേ. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട്, നമുക്ക് ചെയ്യാൻ പാടില്ല. കുത്തുവാക്ക് പറയല്ലേ, ആക്കി പറയല്ലേ. വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ്, ഇരട്ട പേര് വിളിച്ച് സംബോധന ചെയ്യല്ലേ. ആണ്ട് ചിലർക്ക് വാപ്പായി ഉമ്മായി ഇടാത്ത നാട്ടുകാരിട്ടൊരു പേരുണ്ടാവും, മൂപ്പർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേൾക്കണം. ഇരട്ട പേര് വിളിക്കല്ലേ എന്ന് ഖുർആൻ, വട്ടപ്പേര് വിളിക്കല്ലേ എന്ന് ഖുർആൻ. പിന്നെയോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, കുറച്ച് ഈമാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇത്തരം നാമങ്ങൾ ഉദ്ധരിച്ച് അത് നശിപ്പിച്ച് കളയല്ലേ. വമൻ ലം യതുബ്, ഇങ്ങനെയൊക്കെ നമ്മുടെ നാവിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോയി പൊരുത്തം ചോദിച്ച് തൗബ ചെയ്തില്ല എങ്കിൽ, അവരെ കൊണ്ട് പൊരുത്തപ്പെടിച്ചിട്ട് തൗബ ചെയ്തില്ല എങ്കിൽ സ്വന്തം ശരീരത്തെ നരകത്തിലേക്ക് വലിച്ചെറിയാനുള്ള കാരണം സൃഷ്ടിച്ച അക്രമികളാണ് നിങ്ങൾ മുഅ്മിനീങ്ങളെ എന്ന് പരിശുദ്ധ ഖുർആൻ. സ്നേഹത്തോടെ തുടങ്ങി ശകാരത്തിൽ അവസാനിക്കുന്ന ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് സ്നേഹത്തോടെ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് ആയത്ത് അവസാനിക്കുന്നത് ശകാരത്തിന്റെ ഗൗരവത്തിന്റെ. ഇനി പിന്നെയും അല്ലാഹു സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വിളിക്കുന്നു. എന്നിട്ട് അല്ലാഹു സന്തോഷത്തോടെ കൂടെ തന്നെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനദ്ദന്നി ഇന്ന ബഅദദ്ദന്നി, അല്ലാഹു പറയുന്നു, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ചില മോശമായ ഭാവനകൾ അവസാനിപ്പിക്കണം. അങ്ങനെയുണ്ട്, കണക്കൂട്ടിയിട്ട് പറയും. ഒരു പണിയില്ലാതെ, ഒരു പണിയും തൊരയില്ലാതെ ഇങ്ങനെ കലങ്കിന്റെ മുകളിലിരിപ്പുണ്ടാവും, അല്ലെങ്കിൽ കടത്തിൻ്റെ ഇരിപ്പുണ്ടാവും. അപ്പോഴായിരിക്കും ഒരാൾ അതിലങ്ങോട്ട് പോയത്. അവനങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു നോട്ടമുണ്ട്, പിന്നെ കാണാനുള്ള എങ്ങോട്ടാണ് അവൻ പോയത്. അതാ ആ വീട്ടിലേക്ക് പോയതാ. അവിടെ ആണുങ്ങളാരും ഇല്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞില്ല അവിടുത്തെ പെണ്ണ് ശരിയല്ല അല്ലേ, അവനറിയില്ല. അങ്ങനെ കണക്കൂട്ടിയിട്ടൊരു പറച്ചിലുണ്ട്. ആ പെണ്ണിനെ പറ്റി മോശം മുഅ്മിനീങ്ങളെ പറ്റി നിങ്ങൾ നല്ലതേ വിചാരിക്കാവൂ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിന്റെ കിതാബിൽ കാണാം, ഈസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യൻ ഇങ്ങനെ കളവ് നടത്തണ കണ്ടുകൊണ്ടിരിക്കുക. അവൻ അത് കുത്തി തുറന്ന് എടുത്തുകൊണ്ട് ഈസാ നബി ചോദിച്ചു, അല്ല സഹോദര, താങ്കൾ മോഷണം നടത്തല്ലേ ചെയ്യുന്നത്? അല്ല നബിയെ, അവിടെ ഇരുന്ന സാധനം അയാൾ അറിയാതെ ഞാൻ എടുത്തുകൊണ്ട് പോണു. ഞാൻ അത് എടുത്തതല്ലേ ഉള്ളൂ, മോഷണമല്ല. അപ്പൊ എന്റെ കണ്ണിന് തെറ്റുപറ്റിയതാ, മോഷണമല്ലേ. അയാളെ പറ്റി പോലും നല്ലതേ വിചാരിച്ചിട്ടുള്ളൂ. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നമുക്ക് ഹദീസിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഖുർആൻ പറയുന്നു, നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് മോശം വിചാരിക്കല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ലുഖ്മാനുൽ ഹകീം തന്റെ മകന് കൊടുത്ത ഉപദേശം, ഇന്നൽ ഖുലൂബ മസാരിഉ ഫസ്റഅ ഫീഹാ തയ്യിബൽ കലാം, മനസ്സിന്റെ അകത്ത് മോശമായ വിചാരം കൊണ്ടുവരല്ലേ, ഒരാളെ കുറിച്ച് മോശം വിചാരിക്കല്ലേ. കാരണം എന്താണെന്നറിയോ, പലരെയും കുറിച്ച് നമ്മൾ പലതും സങ്കല്പിക്കുമ്പോൾ പലതും പാപത്തിലേക്കാണ് പോകുന്നതെന്ന് ഖുർആൻ. എന്തിനാ ആവശ്യമില്ലാത്ത അവരെ കുറിച്ച് വിചാരിക്കുന്നത്? വിചാരിക്കാൻ പോലും പാടില്ല എന്നാ പറഞ്ഞത്, സംസാരിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. മറ്റുള്ളവരെ പറ്റി മോശമായത് പറയല്ലേ എന്നല്ല, മോശമായത് ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞു ഖുർആൻ. നമ്മൾ എത്ര ചിന്തിക്കേണ്ട കാര്യം. മറ്റു പലരെയും കുറിച്ച് മോശമായത് നിങ്ങൾ ചിന്തിക്കല്ലേ, പറയല്ലേ. വലാ തജസ്സസു, ഒളിഞ്ഞു നിന്ന് കേൾക്കല്ലേ. എങ്ങനെയുണ്ട്? ലൈറ്റ് അണച്ചു, മകനും മരുമകളും കിടക്കുന്ന റൂമിൽ നിന്നും കുശു കുശു എന്നൊരു സൗണ്ട് കേൾക്കാം രാത്രി. അപ്പണ്ട്
അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന ഉമ്മ വാപ്പാട്ട പറയണ മനുഷ്യ ആ ഫാനൊന്ന് ഓഫ് ചെയ്തേ, അവളെന്തോ പറഞ്ഞു കൊടുക്കണ്ട്. കുശു കുശു എന്ന് പറഞ്ഞത് കേട്ടു. ഉമ്മ എന്തൊക്കെയോ കേട്ടു. ജിന്നുകൾ ആകാശത്തുനിന്ന് മലക്കുകൾ പറയുന്നത് കട്ട് കേൾക്കുന്ന പോലെ, ഇബ്ലീസ് കട്ട് കേട്ട പോലെ ഇപ്പുറത്തുനിന്ന് ഉമ്മ കേട്ടു. നേരം വെളുത്തപ്പോ ബദർ തുടങ്ങി. ഒരാൾ മറ്റൊരാളോട് പറയുന്നത് നിങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കല്ലേ. നിങ്ങൾ ചിലത് കേൾക്കേണ്ടവരും കേട്ടോ. ഇപ്പൊ അനാവശ്യമായ ചില ഫോൺ കോളുകളൊക്കെ ചിലരെ പറ്റിച്ച് ചെയ്യാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ കോൾ റെക്കോർഡിംഗ് ഒക്കെ വരും. നിങ്ങൾ ഒളിഞ്ഞിരുന്നു കൊണ്ട് മറ്റുള്ളവന്റെ രഹസ്യം ചുഴിഞ്ഞറിയാൻ ശ്രമിക്കല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ചിലരുടെ ഗീബത്ത്, അയാൾ സദസ്സിലില്ലാത്ത സമയത്ത് അയാളെ കുറിച്ച് ഗീബത്ത് പറയല്ലേ. നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാനുള്ള കാര്യങ്ങളാണിത്. ഗീബത്ത് പറയല്ലേ. അയുഹിബ്ബു അഹദുകും അയകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. അതായത് നീ ആരുടെ ഗീബത്ത് പറയുന്നുവോ അയാളുടെ മയ്യത്ത് നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആ മയ്യത്തങ്ങ് ജീർണിച്ച ശരീരമാണ് എങ്കിൽ മണം വന്നുകൊണ്ടിരിക്കുന്ന ദുർഗന്ധമമിക്കുന്ന മരിച്ച ശരീരം, ആ മയ്യത്തിന്റെ ചീഞ്ഞളിഞ്ഞ മാംസങ്ങൾ മുറിച്ചെടുത്ത് നിന്നോട് തിന്നണം എന്ന് പറഞ്ഞാൽ നിനക്ക് തിന്നാൻ കഴിയുമോ? അത്ര കണ്ട് മ്ലേച്ഛമായ പ്രവർത്തനമാണ് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പച്ചമാംസം കഴിക്കുക എന്ന ഗീബത്ത് പറയലിന്റെ പരിഗണന. ഇത് നിന്റെ നിലവാരം കളയുന്ന പ്രവർത്തനമാണെന്ന് ഖുർആൻ. വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആയത്ത് കേട്ടോ. അടുത്ത ആയത്ത് നമ്മുടെ ജീവിതത്തിന് നിലവാരമുണ്ടാക്കി തരുന്ന, നമ്മുടെ നാവ് കൊണ്ടുവരുന്ന പാപങ്ങളെ കർശന കണിശിത ഭാഷയിൽ നിയന്ത്രിക്കുന്ന ആയത്തുകളിൽ സൂറത്തുൽ ഹുജറാത്തിന്റെ അടുത്ത ആയത്ത് കേട്ടോ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാനായ സ്വഹാബി, ഒരു സ്വഹാബി വഫാത്തായപ്പോൾ ആദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വഹാബിക്ക് രോഗം കൂടിയ നേരത്തെ റസൂലുള്ളാഹി സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. പിന്നെയോ സന്ദർശനം കഴിഞ്ഞ അല്പം കഴിഞ്ഞപ്പോൾ സ്വഹാബി മരിച്ചു. സ്വഹാബിയുടെ വീട്ടിലേക്ക് മരണാനന്തര നിബിതങ്ങൾ ചെന്നു കഴിഞ്ഞിട്ടോ ആ സ്വഹാബി ഒരു നീഗ്രോയാണ്. ആ സ്വഹാബി ഒരു കറുത്തവനാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ വലിയ റാങ്കുള്ള ആളൊന്നുമല്ല. ഒരു കറുത്ത വംശജനായ സ്വഹാബിയുടെ മയ്യത്ത് കുളിപ്പിക്കൽ ഞാൻ ചെയ്തോളാമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുളിപ്പിക്കാൻ അവിടുന്ന് നേതൃത്വം കൊടുത്തു. എന്തൊരു ഭാഗ്യമുള്ള സ്വഹാബിയാണത്. കുളിപ്പിച്ചു വന്ന മയ്യത്തിന്റെ കഫൻ പുടവ ഞാൻ ഒറ്റയ്ക്ക് പൊതിഞ്ഞുകൊള്ളാം. റസൂലുള്ളാഹി സ്വഹാബിയെ കഫൻ ചെയ്തു. ഖബറിലേക്ക് ഇറക്കി വെക്കാൻ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം അങ്ങ് ഇറങ്ങിച്ചെന്നു. ആ സ്വഹാബിയെ മറവ് ചെയ്യാനും നേതൃത്വം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബി ഉണ്ടല്ലോ, അദ്ദേഹം ഒരു അടിമയാണ്. ആ സ്വഹാബി ഒരു നീഗ്രോയാണ്. ആ സ്വഹാബിയെ മറവും ചെയ്തു. എന്തിനാണ് ഈ സമൂഹത്തിൽ ആരും ആദരിക്കാത്ത ഒരു അടിമയ്ക്ക് വേണ്ടി, അതും ഒരു കറുത്തവർഗക്കാരന് വേണ്ടിയിട്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നതെന്ന സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ ഒരു മുറുമുറുപ്പ് വന്നു. മനുഷ്യന്മാരല്ലേ, മറുപടി റസൂലുള്ളാഹി പറയാൻ റസൂലുള്ളാഹി ഇവർ പറയുന്നത് കേട്ടിട്ടില്ല. ഇറങ്ങി വന്നുകൊണ്ട് സൂറത്തുൽ ഹുജറാത്തിന്റെ ഇനി നമ്മൾ ഓതാനുള്ള ആയത്ത് ഓതിക്കൊടുത്തു എന്ന് ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി സാദുൽ മസീറിൽ രേഖപ്പെടുത്തുകയാണ്. അതാണ് ഒരു കാരണം. ഇനി ഓതാൻ പോകുന്ന ആയത്ത് ആ കാരണമല്ല, വേറൊരു കാരണവും കൂടി പറയുന്നുണ്ട്. മക്കം ഫത്തഹിന്റെ അന്ന് ഒരുപാട് സ്വഹാബികൾ പുതുതായി ഇസ്ലാമിൽ മക്കയിൽ വെച്ച് കലിമ ചൊല്ലിക്കൂടിയവരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. സ്വഹാബിയാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാന്റെ മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട് ജാഹിലിയത്തിൽ. അബൂ സുഫിയാന്റെ ജഹാലത്തിന്റെ കാലഘട്ടത്തിൽ മകളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും നല്ല വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാൻ അങ്ങനെ മുസ്ലിമായ ആളാണ്. ഒരുപാട് പേരങ്ങനെ മുസ്ലിമായിട്ടുണ്ട്. മഹാനായ ഇക്രിമ മുസ്ലിമായത് അങ്ങനെയാണ്. ഒരുപാട് സ്വഹാബികൾ അങ്ങനെ മുസ്ലിമായിട്ടുണ്ട്. മക്കം ഫത്തഹിന്റെ അന്ന് സ്വഹാബത്ത് ആനന്ദ നിർഭരരായി പരിശുദ്ധ കഅബ ശരീഫിന്റെ മുന്നിലേക്ക് പാഞ്ഞു വരുമ്പോൾ കഅബ ശരീഫിന്റെ മനോഹരമായ കെട്ടുകൾക്ക് മുകളിലേക്ക് കയറി ചെന്ന് നിന്നുകൊണ്ട് കഅബയുടെ പടവുകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ബാങ്ക് വിളിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സമ്മേളനം നടക്കുകയാണ്. കഅബയുടെ മുന്നിൽ മക്കം ഫത്തഹിന്റെ ആ ആരവങ്ങളും ആഘോഷങ്ങളും കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ
ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബികളിൽ കറുത്തവനാണ്, നീഗ്രോ വംശജൻ എന്ന് പറയാൻ കഴിയുന്ന സ്വഹാബിയാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗത്തിൽ എന്റെ തൊട്ടു മുന്നിലാ ഞാൻ ബിലാലിന്റെ കാൽ പെരുമാറ്റ ശബ്ദം കേട്ടതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ സ്വഹാബിയെ വാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറ്റി. അത് മഹാനായ സ്വഹാബി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഅബയുടെ മുകളിൽ നിന്ന് വാങ്ക് വിളിച്ചു. ആ സമയത്ത് അത്താബ് ഇബ്നു അസീദ് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഖബല അസീദൻ ഖബലൽ യൗം അൽഹംദുലില്ലാഹില്ലദീ ഖബല അസീദൻ ഖബലൽ യൗം. ഈ ഒരു കാഴ്ച കാണുന്നതിന് മുന്നേ എന്നെ മരിപ്പിക്കാതിരുന്ന അല്ലാ, നിനക്കാണ് സ്തുതി. എനിക്കിത് കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷം തോന്നി. മഹാനായ അൽഹംദുലില്ലാഹില്ലദീ ഖബല അസീദൻ ഖബലൽ യൗം, ഇന്നത്തെ ദിവസത്തിന് മുന്നേ നിഷേധിയായ എന്റെ വാപ്പയുടെ റൂഹ് പിടിച്ച അല്ലാ, നിനക്ക് സ്തുതി ഞാൻ പറയുന്നു എന്ന് മഹാനായ അത്താബ് ഇബ്നു അസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഹാബിയാണ്. അതായത് ഈ സഹാബിയുടെ പിതാവ് അസീദ് ഹബീബായ നബിയെ കൊണ്ട് ഈ സഹാബി വിശ്വസിക്കുന്നതിന് തടസ്സം നിന്ന ആളാണ്. ഏറ്റവും വലിയ വർഗബോധമുള്ള, വംശബോധമുള്ള, വർഗീയത ഉള്ള ഒരു മനുഷ്യനായിരുന്നു അസീദ് പ്രവാചകനെതിരായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അസീദ് ഈ കാഴ്ച കാണാനുണ്ടായില്ലല്ലോ, എനിക്കിത് കാണാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. മഹാനായ സ്വഹാബി അല്ലാഹുവിന് സ്തുതി പറഞ്ഞപ്പോൾ മറ്റൊരു സ്വഹാബി പറഞ്ഞത്, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാങ്ക് വിളിക്കാൻ ഈ കറുത്ത കാക്കയെ എവിടെ നിന്ന് കിട്ടി? പറന്ന് നടക്കുന്ന കാക്കയുണ്ടല്ലോ, ഈ കറുത്തവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, ഇൻ യക്റഹില്ലാഹു ശൈഅൻ യുഗയ്യിറുഹു. എന്നിട്ട് അയാൾ ഇങ്ങനെയും കൂടി പറഞ്ഞു, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതിനെ കാണാൻ കോലമില്ലാത്ത രീതിയിലാണ് പടയ്ക്കാന്നും പറഞ്ഞു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അയാൾ പറഞ്ഞു, വിവരമെല്ലാം എനിക്ക് പറയണേ, മുസ്ലിം ആയതേ ഉള്ളൂ. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ കാണാൻ കോലമില്ലാത്ത രൂപത്തിൽ അള്ളാഹു പടയ്ക്കാന്ന് വിവരമില്ലാതെ അയാൾ പറഞ്ഞു. അപ്പോൾ മഹാനായ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല, ഫലാ അഖൂലു ശൈആ, ഞാനൊന്നും പറയണില്ല. കാരണം ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു പോയ അബൂ സുഫിയാന് വിവരമുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ എന്റെ മേൽ എനിക്കെതിരെ ആകാശം സാക്ഷി പറയും. ഞാൻ ചവിട്ടി നടക്കുന്ന ഈ ഭൂമി എന്നെ പറ്റി അള്ളാഹുവിന്റെ മുന്നിലെല്ലാം പറയും. ഈ ഭൂമി എന്നെ കുറിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ മോശമായി എനിക്കെതിരെ സാക്ഷി പറയും. ഞാനൊന്നും പറയണില്ലേ? അബൂ സുഫിയാന്റെ നിലപാടിതായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ ഇനി നമ്മൾ ഓതാൻ പോകുന്ന ആയത്ത് അവതരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ഓ മനുഷ്യരെ, ലോകത്തെ ഏറ്റവും വലിയ സമത്വ വിഭാവനത്തിന്റെ പ്രഖ്യാപനം നടക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെയാണ്. ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ദേശമില്ല, ഭാഷയില്ല, എല്ലാവരോടും കുബേര കുചേല വ്യത്യാസമില്ലാതെ, പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ മനുഷ്യരായി കാണുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം പരിശുദ്ധ ഖുർആൻ. ഓ മനുഷ്യവർഗമേ, തീർച്ചയായും നിങ്ങളെ നാം പടച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ നാം പല ഗോത്രങ്ങളും തട്ടുകളും കുടുംബങ്ങളും തറവാ
തറവാടുകളുമായി തിരിച്ചിരിക്കുന്നത് ലിതഅറഫു, നിങ്ങൾക്കൊരു മേൽവിലാസം ഉണ്ടാവാൻ വേണ്ടിയാണ്. എന്നാൽ അല്ലാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും നിലവാരമുള്ളവൻ, നിങ്ങളിൽ ഏറ്റവും നല്ല മാന്യനായ മനുഷ്യൻ അല്ലാഹു പരിഗണിച്ചിരിക്കുന്നത് ഹൃദയത്തിൽ വിശുദ്ധിക്ക് കാത്തു സൂക്ഷിക്കുന്ന മനസ്സിന്റെ ശുദ്ധി, ഖൽബ് നന്നായവർ മാത്രമാണെന്ന് ഖുർആൻ സഹാബികളെപ്പോലും പാഠം പഠിപ്പിച്ച സംസ്കരണത്തിന്റെ വചനങ്ങളാണ് ഈ ആയത്ത്. നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാവാൻ ഈ ആയത്തൊന്ന് പതിവാക്കാം. സൂറത്തുൽ ഹുജറാത്തിന്റെ 10, 11, 12, 13 ഈ 4 ആയത്തുകൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തന്ന നാവ് കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, നമുക്ക് അള്ളാഹു തന്ന നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വതഖയുണ്ടോ. ഇമാം ബുഖാരി മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, നല്ല വർത്തമാനം അത് സ്വദഖയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വർത്തമാനം പറഞ്ഞാൽ അത് സ്വദഖയാണ്. ഇനി നിനക്ക് എവിടെയെങ്കിലും ഒന്ന് വർത്തമാനം പറയണമെന്ന് തോന്നിയാൽ വർത്തമാനം പറയുന്നോടത്ത് പറയാതിരുന്നാൽ അതും നല്ലതാണ്, പറഞ്ഞാലും നല്ലതാണെന്ന് വന്നാൽ പറയാതിരിക്കലാണ് നല്ലതെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. النطق زين والسكوت سلامة فإذا نطقت فلا تكن مكاثرا ما إن ندمت على السكوت مرة ولقد ندمت على الكلام مرارا. സംസാരം എന്നത് ഒരു അലങ്കാരമാണ്, അനിവാര്യമുള്ള കാര്യമല്ലാതെ ഒരു അലങ്കാരമാണ്. പക്ഷെ സംസാരിക്കാതിരിക്കലാണ് സുരക്ഷിതത്വം. പിന്നെയോ നീ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെയോ മാ ഇന്നദം തഅലസ്സുകൂതി മറത്തൻ, വല്ലോടത്തും നല്ല 2 വർത്താനം ഞാൻ പറയേണ്ടതായിരുന്നു പക്ഷെ പറഞ്ഞില്ല എന്നുള്ളൊരു നിരാശ നിനക്കുണ്ടെങ്കിൽ ആ പറയാതിരുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്. 1000 വട്ടം നീ അതേക്കുറിച്ച് നല്ലതാണെന്ന് പിൽക്കാലത്ത് ചിന്തിച്ചു പോകുമെന്ന് മഹാന്മാര് പറയുന്നു. പിന്നെ ചില മനുഷ്യന്മാർ ബളബളാ നിങ്ങളുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കഥയല്ല, കവായതല്ല. അള്ളാഹു അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കുണ്ട്. നമ്മളെ നന്നാക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കതുണ്ടെന്ന്, നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കതുണ്ടെന്ന്. അപ്പോഴാണ് നമ്മുടെ സംസാരത്തിൽ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാവും. ഇദാ തമ്മഅഖുൽ മർഇ ഖല്ലാ കലാമുഹു وأيقن بمحق منه إن كان مكثرا. പരിശുദ്ധമായ തസവ്വുഫിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു, ഒരാളുടെ ബുദ്ധി പൂർണ്ണമാണ് എങ്കിൽ അയാളുടെ സംസാരത്തിൽ നിയന്ത്രണമുണ്ടാകും, കുറഞ്ഞതേ അയാൾ സംസാരിക്കൂ എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.